കേരള സർക്കാരിന്റെ നമ്പർ 1 പ്രഖ്യാപനമുണ്ടായതും അത് അമ്പയെ പൊളിഞ്ഞതും ഈ വർഷമാണ്. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഈ സർക്കാരിന്റെ മാത്രം മിടുക്കാണെന്ന അവകാശം UDF പൊളിച്ചെടുക്കി. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു നമ്പർ 1 പ്രചാരണം. കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും അനുഭവം മറിച്ചാണ്. കിറ്റെക്സ് പോലുള്ള വമ്പൻ വ്യവസായ ഗ്രൂപ്പുകൾക്ക് സർക്കാർ പീഡനം മൂലം സംസ്ഥാനം വിട്ടുപോകേണ്ടി വന്നത് കേരളത്തിന് നാണക്കേടാണ്. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർത്തു. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ കേരളം നമ്പർ 1 ആണെന്ന അവകാശവാദം വീണ്ടും പരസ്യവാചകങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നാണെന്നും യഥാർത്ഥത്തിൽ കേരളം ഒരു സാമ്പത്തിക വ്യവസായ തകർച്ചയിലാണെന്നുമാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. രാജഭരണകാലത്തെയും പിന്നീട് വന്ന ഐക്യ കേരള സർക്കാരുകളുടെ, പ്രത്യേകിച്ച് UDF സർക്കാരുകൾ നടപ്പിലാക്കിയ ദീർഘകാല പദ്ധതികളുടെ ചരിത്രപരമായ നേട്ടങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കുക മാത്രമാണ് LDF ചെയ്യുന്നത്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും പണമില്ലാതെ ട്രഷറി പൂട്ടിയിടുന്ന കടക്കണിയിലായ ഒരു സംസ്ഥാനം എങ്ങനെയാണ് നമ്പർ 1 ആകുന്നത്? പിണറായി ഭരണത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറി. PSC നിയമനങ്ങൾ മരവിപ്പിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ജീവിക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും വിദേശത്തേക്ക് കുടിയേറുന്നത്. നാടിന്റെ സമ്പത്താവേണ്ട യുവതലമുറയെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയാത്ത, അവർക്ക് തൊഴിൽ നൽകാൻ കഴിയാത്ത ഒരു സംസ്ഥാനം യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട ഒരു മാതൃകയാണ്. വ്യവസായങ്ങളെയും നിക്ഷേപകരെയും ശത്രുക്കളായി കാണുന്ന, അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ പിണറായി ഭരണത്തിൽ കേരളം യഥാർത്ഥത്തിൽ പിന്നോട്ടു പോവുകയായിരുന്നു.